SFIO കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ക്ഷുഭിതനായിട്ടാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ക്ഷുഭിതനാകേണ്ട ഒരാവശ്യം ഇക്കാര്യത്തിലില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടായ കേസല്ല. ഇത് ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മറ്റൊരു കേസുമായി പുറത്തു വന്ന വിവരങ്ങളാണ്. ആ പുറത്തു വന്ന വിവരങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഇത് സംഭവമാണ്. കാരണം ഇരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെ ഇത്രയും പണം ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളുണ്ടാവും, അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങളുണ്ടാവും. അതിന് അദ്ദേഹം പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ക്ഷുഭിതനാകേണ്ട ഒരു കാര്യമില്ല. കുറച്ചുകൂടി അദ്ദേഹം അതിനെ ആ ഗൗരവത്തോടു കൂടി ഈ കേസിൻ്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് നോക്കിക്കാണുന്നത്. അതിന് നിയമപരമായിട്ട് അദ്ദേഹം നേരിട്ടോട്ടെ, അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ഇതിനകത്തൊരു കേസുണ്ട്. ഇത് സാധാരണ കേസുകൾ പോലെ രാഷ്ട്രീയ പ്രേരിതമായൊരു കേസാണ് എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു കേസല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആശാസമരത്തെ തള്ളിപ്പറഞ്ഞത് വളരെ മോശമായിപ്പോയി. 60 ദിവസമായി നടക്കുന്ന സമരമാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന മുഴുവൻ വിവരങ്ങൾ തെറ്റാണ്. ആശമാരെ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. 2019 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോരാ, നമ്മുടെ MPമാരടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാർ ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ശക്തമായി പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതൊരു തെറ്റായ വിവരമാണ്. കാരണം സമരക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർ 21,000 രൂപയും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായി 5 ലക്ഷം രൂപ തന്നാലേ അവർ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വിട്ട മന്ത്രിമാരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അവർ ഏറ്റവും അവസാനം ചോദിച്ചത് തൽക്കാലത്തേക്ക് ഒരു 3,000 രൂപയെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഒരു ചെറിയ തുകയെങ്കിലും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കണം, ഘട്ടം ഘട്ടമായി ഇത് തരണമെന്നാണ് അവരാവശ്യപ്പെട്ടത്. 7,000 രൂപയിൽ നിന്ന് 3,000 രൂപ വർദ്ധിപ്പിച്ച് 10,000 രൂപ ആക്കണം. അതുപോലും കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല എന്നുള്ളത് നിഷേധാത്മകമായ നയമാണ്. 1% ആളുകൾ മാത്രമേ ആശാസമരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അബദ്ധധാരണയാണ്. ആശാവർക്കർമാരുടെ കേരളത്തിൽ CPM അനുഭാവികളായ ആശാവർക്കർമാരുടെ വരെ പൂർണ്ണമായ പിന്തുണ ഈ സമരത്തിനുണ്ട്. ഈ സമരത്തിന് പ്രതിപക്ഷം പിന്തുണ കൊടുത്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഈ സമരത്തിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അവർക്ക് ന്യായമായ അവരുടെ അവകാശം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കും. ഇതാണ് പറയാൻ. വയനാട് പുനരധിവാസത്തിലെ കേന്ദ്ര സർക്കാർ ഇതുവരെ വായ്പകൾ എഴുതി തള്ളാൻ തയ്യാറല്ല, അവരെ പുനഃക്രമീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അത് വായ്പകൾ എഴുതി തള്ളണം കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ വായ്പകൾ എഴുതി തള്ളാൻ തയ്യാറായില്ലെങ്കിൽ അത് കേരള സർക്കാർ ആ വായ്പ എഴുതി തള്ളണം. കാരണം അല്ലാതെ ഇനി അവരെങ്ങനെ വായ്പ അടയ്ക്കണത്? പല ആവശ്യങ്ങൾക്കും വേണ്ടി വായ്പ എടുത്തിരിക്കുന്ന ആളുകളുടെ വീട് പോലും അവിടെ ഇല്ല. ഉപജീവന മാർഗം മുഴുവൻ നഷ്ടപ്പെട്ടു. ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ചാൽ ഈ പാവങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അത് കേന്ദ്രവും സംസ്ഥാനവും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ 800 കോടി രൂപ. 800 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ. കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ കേരളം കൊടുക്കണം.